ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം, നോട്ട് എ സ്പെഷ്യൽ ഐറ്റം, നമ്മൾ ഇടയ്ക്കൊക്കെ വെക്കുന്നതുകൊണ്ട് സ്പെഷ്യലാണ്. ചക്കക്കുരു മാങ്ങ വിത്ത് കുഞ്ഞ് ചെമ്മീൻ, ഡ്രൈ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ, കുഞ്ഞ് ചെമ്മീൻ. ഓക്കെ, അത് നമ്മളിപ്പം ചേർക്കും. പിടിച്ച് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് ചക്കക്കുരു, മുരിങ്ങയ്ക്ക, പച്ചത്തക്കാളി, പിന്നെ മാങ്ങ ഒരെണ്ണം നമ്മൾ ചെത്തി വന്നപ്പോഴത്തേക്ക് മഞ്ഞ കളറായി, പഴുത്ത മാങ്ങയായി പോയി. പക്ഷെ നമ്മളത് ഇട്ടു, അപ്പം പഴുത്ത മാങ്ങ. ഓക്കെ, പച്ചമാങ്ങയാ വേണ്ടത്, പഴുത്ത മാങ്ങ. പക്ഷെ എന്റെ പച്ച തക്കാളി നമുക്ക് 2 ഉണ്ടായിരുന്നു അല്ലേ? ആ പച്ച 2 തക്കാളി നമ്മള് ആഡ് ചെയ്തു. 2 പച്ചത്തക്കാളി. പിന്നെ മുരിങ്ങയ്ക്ക ഇട്ടിട്ടുണ്ട്, പച്ചത്തക്കാളി, ചക്കക്കുരു, പിന്നെ ഒരു സവാള ചെറുതായിട്ട് കീറിയത്, പിന്നെന്താടാ, അത്രയായിട്ട് ഇട്ട് വേവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർത്തു. വെന്ത് വന്നിട്ട് വെജിറ്റബിൾ എല്ലാം വെന്ത് വന്നപ്പം തേങ്ങ അരച്ച് ചേർത്തു. മനസ്സിലായോ? ഇനി കടുക് വറക്കാൻ പോവാ. പിടിച്ചോടെ, ക്യാമറ പിടിച്ചോ. ക്യാമറ പിടിക്കട്ടെ, ക്യാമറമാനാണ്. കടുക് പൊട്ടിയിട്ട് സവാള അല്ല, ചെറിയ ഉള്ളി കണ്ടോണ എല്ലാരും. ചെറിയ ഉള്ളി അങ്ങോട്ട് തന്നെ പിടിച്ചോണേ, മൊബൈൽ അടുത്തോട്ട് കൊണ്ടുപോകരുത്. ചെറിയ ഉള്ളി, കറിവേപ്പില, കറി ലീഫ്, കറിയിലേക്ക് ഇട്ടു. കറിവേപ്പില, കറിയിലേക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തൊരു സവാള ഇട്ടോളൂ. നട്ടോളം ഒരു ചെറിയ ഉള്ളി ഇവിടെ കിടന്നോണ്ട് ഞാൻ അതങ്ങോട്ട് വെട്ടാമെന്ന് വിചാരിച്ചാൽ അത് എടുത്തതാണ്. പിന്നെ ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് നമ്മുടെ കഴുകി വെച്ച ചെമ്മീനൊന്ന് വഴട്ടിയെടുക്കുവാ ഞാന്. അല്ല, പറിക്കാത്തിട്ട് വേവിക്കുന്നതും ഉണ്ട്. അതിട്ട് വേവിച്ചാലും പ്രശ്നമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ നോക്കാം. ഇത് ഞാൻ അടച്ചു വെച്ചൊന്ന് വേവിച്ചായിരുന്നു. എൻ്റെ വീഡിയോഗ്രാഫറിന് ട്യൂഷൻ വിളി വന്നു, അതുകൊണ്ട് അറബിക് ട്യൂഷന് പോയിരിക്കുവാണ്. അന്നക്കുട്ടി അറബിക് ട്യൂഷൻ ഇരിക്കുന്നു. പിന്നെ നമ്മൾ അടപ്പ് മാറ്റിയിട്ട് ഇതെല്ലാം ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നേരെ കോരി മൂത്ത് തട്ടുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു, ഭയങ്കര പുളിയും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. മാങ്ങയുടെ ഒരു പുളി, പച്ചത്തക്കാളിയുടെ ഒരു പുളി. മാങ്ങ പഴുത്തുപോയി. ഞാൻ പച്ചത്തക്കാളി ഇടണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ മാങ്ങ പഴുത്താണെന്ന് വെച്ചെത്തിയപ്പോഴാണ് അറിഞ്ഞത്. സോ അതും പ്രശ്നമില്ല, നമ്മളതെല്ലാം സെറ്റാക്കും. പഴുത്ത മാങ്ങ ആയാലും പച്ച മാങ്ങ ആയാലും നമ്മളത് കറിയാക്കും. ഇതിപ്പം 4 കറിയുടെ എഫക്റ്റ് ഉണ്ട്. ചക്കക്കുരു മാങ്ങ എന്ന് പറയാം, ചക്കക്കുരു മുരിങ്ങയ്ക്ക എന്ന് പറയാം, ചക്കക്കുരു പച്ചത്തക്കാളി എന്ന് പറയാം, ചക്കക്കുരു ചെമ്മീൻ എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അടിപൊളി ടേസ്റ്റി കറി. പിന്നെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഇവിടെ കുറച്ച് സുലഭമായിട്ടൊക്കെ കിട്ടും. ഒലിവ് ഓയിൽ ഇച്ചിരി വില കുറച്ചൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇച്ചിരി മേടിച്ചതാണ്. ഒലിവ് ഓയിൽ ഭയങ്കര ഗുണമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് ഒലിവ് ഓയിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. നോക്കിയിട്ട് അടിപൊളിയായിട്ട്. ചിലർ പറയും കടുക് വറുത്തിട്ട് ഇളക്കരുതെന്ന് പറയും, പക്ഷെ അങ്ങനെ നോക്കിയിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. സോ ഞാനങ്ങ് ഇളക്കുക. ഇപ്പം അടിപൊളി, സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും പറ്റുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഊണ് അടിപൊളിയായിരിക്കും. താങ്ക് യു.